ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജബൽപൂരിലുള്ള ഒരു റാംനവമി ദിവസമാണ്. നമുക്ക് ഇങ്ങോട്ടൊന്നും ഈ റാംനവമിയിലെ ഹനുമാൻ നവമി ഒന്നുമില്ല. അവിടെ ഈ റാംനവമി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഓരോ സന്യാസിമാരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം റാംനവമിക്ക് നമ്മളൊന്ന് പുറത്ത് പോയതാണ്, ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട്. ഫുൾ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്, നടക്കാൻ പോലും പറ്റാത്ത. അപ്പം അങ്ങൊന്നും ഇങ്ങോട്ടൊന്നെല്ലാം വരുന്ന വണ്ടിയൊക്കെ തട്ടിപ്പോകാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. കാര്യം ചില ഏരിയയിലേക്കുള്ള റോഡൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അതുവഴിയാണ് ഈ റാംനവമിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന ഭാഗത്തേക്ക് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. പിന്നെ ഈ പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ കുറേ പരിപാടീസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങി കുറേ ഭാഗത്തേക്ക് നടന്നു. അപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ കുറേ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ കാണാം. ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടെല്ലാം. പിന്നെ കുറേ ബാൻഡ് അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. പാട്ട്, ലൈറ്റ്സ്, അങ്ങനെ DJ പോലെയൊക്കെ പരിപാടി കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഈ നാട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളി പരിപാടി. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്, മെല്ലെ നടന്നു പോവുകയാണ്. കുംഭകർണൻ അതൊക്കെയാണത്. അതിൻ്റെ വണ്ടീൻ്റെ മേലെ ഏതാണ് ക്യാരക്ടർ, അത് എന്തിനാണിത് കാണിച്ചു തരുന്നതെന്നുള്ളത് അവിടെ എഴുതി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടി. ഞാനിവിടെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ റാംനവമി ഞാൻ അവിടെ എത്തിയപ്പം കേൾക്കുമ്പം തന്നെ എന്താണ് സംഭവം എന്ന് അറിയാണ്ട് നമ്മളിങ്ങനെ കണ്ടപ്പം ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു പരിപാടി നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, അത് കണ്ടുകൊണ്ട് ഞാനിങ്ങനെ കുറേ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. ഇത് നമ്മുടെ ഈ റാം മന്ദിർ, അതാണ്. അതിൻ്റെ മേലെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ട്രാക്ടർ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെയാണ്, അതിൻ്റെ ഈ ബോഡിയിലൊക്കെയാണ് ഈ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുന്നത്. കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുതിര എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോന്ന് ഇതിൻ്റെ മേലെ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ ഘോഷയാത്ര പോകുന്നതിൻ്റെ അതേ രീതിയിൽ നമ്മളും കുറേ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മുന്നിലുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇതാണ്. കുറേ ആൾക്കാരിങ്ങനെ അതിനെ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അവിടെ കുറേ ഈ കല്യാണത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ അവിടെയുള്ള സ്ത്രീകളുടെ തലയിൽ ഇങ്ങനെ ലൈറ്റ്സ്, ഒരു കുടം പോലെ വെച്ചിട്ട് ലൈറ്റ്സൊക്കെ ആയിട്ട് പോകുന്നത് കാണാം. പിന്നെ ഈ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ബാൻഡിൻ്റെ ആൾക്കാരുണ്ട്. ഫുൾ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് തന്നെ അവിടെ നിന്ന് കേൾക്കില്ല, അത്രയ്ക്കും സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് മറ്റേ രഥം. ഇതിൽ ഫുൾ പാട്ടൊക്കെ വെച്ചിട്ടാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ അതിൻ്റെ മുന്നിൽ ഒരു കുതിരയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ത്രീകളുടെ തലയിൽ ഇങ്ങനെ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് പോകുന്നത് കാണില്ലേ, വയറൊക്കെ ഇട്ടിട്ട് ലൈറ്റ്സൊക്കെ വെച്ച് പോകുന്നുണ്ട്. അത് ഞാൻ കുറേ അവിടെയുള്ള കല്യാണത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ കുതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നിൽ കുറേ കുതിരയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പരിപാടി തന്നെയാണ്. അവിടെ നിന്ന സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടുതന്നു. കുറച്ച് കടല അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് പ്രസാദമല്ല, വേറൊരു ടൈപ്പ് പ്രസാദമൊക്കെ നമുക്ക് കൊണ്ടുതന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു റോഡിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് ഫുഡൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഋഷി ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഒരുപാട് നേരം ഇതുണ്ടായിരുന്നു, കുറേ ടൈം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഘോഷയാത്ര മെല്ലെ മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ അവിടെ ചെന്നിട്ടൊരു 3-4 മണിക്കൂറോളം അവിടെ നിന്ന്, ഇത്രയും നേരത്തെ തുടങ്ങിയത് നമ്മൾ പോയിട്ട് തന്നെ കുറേ നേരം ഇങ്ങനെ സ്റ്റോപ്പായി നിന്നിട്ടുണ്ട്. ഇത് തന്നെ ഘോഷയാത്ര, ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഓരോ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ എന്തോ ആണ് സംഭവം. കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. പിന്നെ ഒരു വണ്ടിയിൽ അതിൻ്റെ ലൈറ്റ്സിനൊക്കെ ആവശ്യമായിട്ട് ജനറേറ്ററും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അത്രയേ ഉള്ളൂ.